ചിന്തിക്കുന്നവർ ചിന്തിക്കുക, സ്വീകരിക്കുന്നവർ സ്വീകരിക്കുക, ചീത്ത വിളിക്കുന്നവർക്ക് ചീത്ത വിളിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. ആഭരണവർജനം എന്ന വിഷയത്തിൽ ഷമീർ കൊല്ലം എന്ന എൻ്റെ വ്യക്തിപരമായ വീക്ഷണം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ദൈവവചനവുമായി വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ മറുപടി പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനോ ചെയ്യേണ്ടത്. മുൻവിധിയോടെ ഒരിക്കലും ഇത് കേൾക്കാതിരുന്നാൽ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. വ്യക്തിപരമായി ഈ വിഷയത്തെക്കുറിച്ച് ചില നാളുകളായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതനുസരിച്ച് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വീക്ഷണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ അധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പുതിയ നിയമസഭയ്ക്ക് ആഭരണവർജനം ഉപദേശമാണോ എന്നുള്ള വിഷയം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചപ്പോൾ പല ദൈവദാസന്മാരും പറയുന്നത് അത് ഉപദേശമാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഉപദേശമാക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. എന്തുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിലായി ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ചകളും വാദങ്ങളുമൊക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഒരു കാലത്ത് ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും വേർപെട്ട ഒരു സമൂഹമായി പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ലോകം കണ്ടിരുന്നു. നമുക്കറിയാം, കുറച്ചു കാലം പുറകോട്ടെടുത്താൽ അന്യഗ്രഹ ജീവികളെ പോലെയാണ് സമൂഹം കൈകൊട്ടിപ്പാടി റോഡരികിൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വല്ലാത്ത കൂട്ടമായിട്ടാണ് പെന്തക്കോസ്ത് എന്ന കൂട്ടായ്മയെക്കുറിച്ച് ലോകം കണ്ടിരുന്ന കാഴ്ചപ്പാട്. ആ കാലത്ത് വേർപെട്ട ജനം എന്ന് തന്നെ അവർക്ക് പേരുണ്ടായിരുന്നു. വേർപെട്ട ജനം, അവർ വേർപാടുകാരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ പെന്തക്കോസ്ത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട, അങ്ങനെ പറയുന്നതായിരിക്കും ശരി, രക്ഷിക്കപ്പെട്ട കൂട്ടായ്മ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ സഭ. അപ്പോൾ പുതിയ നിയമസഭയാകുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് നമ്മൾ വളരെ ഗൗരവമായി കണ്ടിരുന്ന അല്ലെങ്കിൽ വളരെ അധികം പ്രാധാന്യം കൊടുത്തിരുന്ന, ഗൗരവമായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് വളരെ ന്യൂട്രലായിട്ട് അതിനെ നിസ്സാരവൽക്കരിച്ച് സഭയാകുന്ന തോട്ടത്തിലേക്ക് വേലി പൊളിച്ച് അകത്തു കയറ്റുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ ഈ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഗൗരവമായി നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് അത് സാരമില്ലെന്നൊരു ലെവലിലേക്ക് സഭയ്ക്കകത്തേക്ക് ഇങ്ങനെ കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ നിന്ന് മനസ്സിലാകും ഇതിൻ്റെ പിന്നിലുള്ള പൈശാചിക തന്ത്രം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ ലോകത്തിലേക്ക് വരാനുള്ള സമയത്തിൻ്റെ അല്ലെങ്കിൽ ആ സമയം വാതിക്കലായതുകൊണ്ട് വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാനുള്ള പൈശാചിക തന്ത്രങ്ങൾ വളരെ ശക്തിയോടെ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാലത്ത് ദൈവസഭ വളരെ ഗൗരവമായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ന്യൂട്രലൈസ് ചെയ്ത് സഭയ്ക്കകത്തോട്ട് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ര ആമുഖമായി പറഞ്ഞ ആ ഭാഗം വിടുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആഭരണവർജനം പുതിയ നിയമസഭയ്ക്ക് ഉപദേശമാക്കാൻ കഴിയുമോ? ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഉപദേശമാക്കാൻ കഴിയില്ല എന്നൊരു കൂട്ടരും ഇത് ഉപദേശമാണ് എന്ന് മറുകൂട്ടരും വാദിക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പം ഇത് ഉപദേശമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും പുറപ്പാട് പുസ്തകത്തിലെ കാളക്കുട്ടിയെയും കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ട കഥകളും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് ഉപദേശമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടതിന് ശേഷവും ഇസ്രായേൽ ജനം ആഭരണം ധരിച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തർക്കമൊന്നുമില്ല. ഇസ്രായേൽ ജനം പിന്നീടും അവരുടെ പക്കൽ ആഭരണം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്ന് ദൈവം ജനത്തോട് പറഞ്ഞതിനും
വ്യക്തമായ കാരണം നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. ജനം സൃഷ്ടാവായ ദൈവത്തെ മറന്നിട്ട് അവരുടെ പൊന്നും കുണുക്കും എല്ലാം കൂടെ തീയിലിട്ടുരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതവർക്ക് വിഗ്രഹമായും ദൈവമായും മാറിയപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം അവരോട് ഇടപെടുകയും അങ്ങനെ അത് നീക്കുവാൻ ദൈവം കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭം. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഈ പഴയ നിയമത്തിലെ കാളക്കുട്ടിയെയും കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ട സംഭവങ്ങളെയും എടുത്തുകൊണ്ട് ആഭരണം പുതിയ നിയമസഭയ്ക്ക് ഉപദേശമാക്കാൻ ശ്രമിക്കേണ്ട. അതിലുപരി പുതിയ നിയമസഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്നും പുതിയ നിയമസഭയോടുള്ള ദൈവിക ആലോചനയിൽ നിന്നും തന്നെ ദൈവസഭയ്ക്ക് ആഭരണ വർജനം ഉപദേശമാണെന്ന് സ്ഥാപിക്കുവാൻ കഴിയും. ഞാനതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് ഇത് ഉപദേശമാക്കിക്കൂടാ? നമ്പർ 1 ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഉപദേശമാക്കിക്കൂടാ? അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാരും നമ്മുടെ പാസ്റ്റർമാരും മോസ്റ്റ് റൈറ്റ് റവറൻഡുമാരും ഒക്കെ പറയുന്നത്, നമ്മൾ വലിയ തിയോളജി പഠിച്ച അറിവൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്, അത് മോനെ ഷമീറെ, നമ്മളൊരു ഡോക്ട്രിൻ സ്ഥാപിക്കണമെങ്കിൽ പുതിയ നിയമസഭയിൽ, നമുക്ക് കാളക്കുട്ടിയും കരുവേലകത്തേക്കും വിടാം, നമുക്ക് പുതിയ നിയമസഭയോട് വരാം. പുതിയ നിയമസഭയിൽ ഒരു ഡോക്ട്രിൻ, ഒരു ഉപദേശമായി സ്ഥാപിക്കണമെങ്കിൽ അവർ പറയുന്നു, 1 യേശു കൽപ്പിക്കണം, 2 അപ്പോസ്തലന്മാർ ചെയ്യണം, 3 ലേഖനങ്ങളിൽ ഉപദേശമായി എഴുതപ്പെടണം. ഇങ്ങനെ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പുതിയ നിയമസഭയിൽ ഒരു ഉപദേശം സ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് റവറൻഡ് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. കാരണം അറിവ് വലിയ ഡിഗ്രി ഒന്നുമില്ലാത്ത നമ്മൾ അവരോട് വാദിക്കാൻ പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ചോദ്യം ബാക്കി. പുതിയ നിയമസഭയിൽ ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്തിരിക്കണം, ലേഖനങ്ങളിൽ ഉണ്ടാവണം എന്നെവിടെയാണ് വാക്യം? എന്നെവിടെയാണ് വചനം? അല്ലെങ്കിൽ ആ ഒരു പഠിപ്പിക്കൽ യേശു പഠിപ്പിച്ചതാണോ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണോ, അതോ ലേഖനങ്ങളിലുള്ളതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു പക്ഷേ എന്നേക്കാളും അറിവും ഡിഗ്രിയൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തിയോളജിയോട് എതിർക്കുന്നില്ല. കാരണം അറിവുള്ളവരൊക്കെ മണ്ടന്മാരായിട്ടൊന്നും അല്ലല്ലോ ഇത് ഇങ്ങനെ ഒരു തിയോളജി ഉണ്ടാക്കിയത്, ഇങ്ങനെ ഒരു ഫോർമുല. യേശു കൽപ്പിക്കണം, ശിഷ്യന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ വേണം എന്നൊക്കെ ഒരു ഫോർമുല ഉണ്ടാക്കിയത് ഒരു പക്ഷേ ഷമീറിനേക്കാളും പഠിപ്പും വിവരവും അറിവും ഒക്കെ ഉള്ള തിയോളജിയന്മാരായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫോർമുലയെ ഞാൻ എതിർക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ എഴുതപ്പെടണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, എൻ്റെ ചിന്തയല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഏത് വേദഭാഗവും ദൈവിക അരുളപ്പാടായി വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ചിന്തയല്ല ഞാൻ പറയുന്നത്. ആഭരണ പ്രേമികളുടെ വാദം യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ എഴുതപ്പെടണം, എങ്കിൽ മാത്രമേ അത് ഉപദേശമായി പഠിപ്പിക്കാൻ കഴിയൂ എന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. എൻ്റെ ചിന്ത അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്പർ 1, നമ്മൾ പെന്തക്കോസ്തു സമൂഹം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട കൂട്ടം ഏറ്റവും ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് സ്നാനം. ഏറ്റവും ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് സ്നാനം. സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് യേശു ക്രിസ്തു കൽപ്പിച്ചുവോ എന്ന് ചോദിച്ചാൽ കൽപ്പിച്ചു. തെളിവ് മത്തായി സുവിശേഷം 28:18. ഇനി ഇവരുടെ തിയോളജി അനുസരിച്ച് ഇത് ശിഷ്യന്മാർ ചെയ്തിരിക്കണം. എവിടെയെങ്കിലും ശിഷ്യന്മാർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച തെളിവ് വിശുദ്ധ ബൈബിളിലുണ്ടോ? 1. ലേഖനങ്ങളിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടുമില്ലാതിരിക്കെ ഈ തിയോളജിയന്മാരുടെ, പണ്ഡിതന്മാരുടെ കയ്യിൽ ഇന്നും ഒരാളെ സ്നാനം കഴിപ്പിക്കാൻ ഏൽപ്പിച്ചാൽ അവർ സ്നാനം കഴിപ്പിക്കുന്നത് ആരുടെ നാമത്തിലാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ തിയോളജി അവർക്ക് ആവശ്യമില്ല. സ്നാനത്തിന് ഈ പറഞ്ഞ തിയോളജി ആവശ്യമില്ല. അപ്പോൾ ഇതേ പണ്ഡിതരോട് നമ്മൾ ചോദിക്കും, പാസ്റ്ററെ യേശു കൽപ്പിക്കണ്ടേ, അപ്പോസ്തലന്മാർ ചെയ്യണ്ടേ, ലേഖനങ്ങളിൽ എഴുതപ്പെടണ്ടേ,
നമ്മൾ ചോദിക്കുക. അപ്പോൾ അവർ പറയും, സ്നാനത്തിന് നമ്മൾ അങ്ങനെ നോക്കണ്ട. എന്താ, യേശു പറഞ്ഞോ, അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. രാജാവ് കൽപ്പിച്ചോ, പിന്നെ നമുക്ക് ആ കൽപ്പനയ്ക്കാണ് പ്രാധാന്യം, അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം നോക്കണം, നേരത്തെ പറഞ്ഞ തിയോളജി മാറി സ്നാനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്ക് അപ്പോസ്തലന്മാർ ഏത് നാമത്തിൽ ചെയ്യും നമ്മുടെ വിഷയമല്ല, ലേഖനങ്ങളിൽ എങ്ങനെ എഴുതിയിരിക്കും നമ്മുടെ വിഷയമല്ല, നമുക്ക് യേശു മഹാരാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ, നമുക്കതിനാണ് ഇമ്പോർട്ടൻ്റ്. സന്തോഷം, എനിക്കും അത് സമ്മതം, 100 വട്ടം സമ്മതം. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും ഔവണ്ണം ചെയ്യാൻ നോക്കണമെന്നല്ല പറഞ്ഞത്, ചെയ്യേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ഔവണ്ണം ചെയ്യേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സഭയിൽ ഉപദേശമാക്കാത്തത് എന്ന് നമ്മൾ ഇതേ റവറൻഡുമാരോട് നമ്മൾ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇത് ഉപദേശമാക്കാത്തതെന്ന് ഇതേ റവറൻഡുമാരോട് നമ്മൾ ചോദിച്ചാൽ അവരുടനെ പറയും, അത് യേശു കൽപ്പിച്ചാൽ മാത്രം പോരാ, അപ്പോസ്തലന്മാരെവിടെയും കാല് കഴുകിയിട്ടില്ല, ലേഖനങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല, ഉപദേശമായിട്ടും അത് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളത് സഭകളിൽ ഉപദേശമാക്കാത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആഭരണം ഉപദേശമാക്കണമെങ്കിൽ ഇവർക്ക് യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ വേണം. അതേ സ്ഥാനത്ത് സ്നാനം ഉപദേശമാക്കാൻ അപ്പോസ്തലന്മാരും ചെയ്യേണ്ട, ലേഖനങ്ങളിലും വേണ്ട, യേശു കൽപ്പിച്ചത് മതി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അതേ സ്ഥാനത്ത് കാല് കഴുകൽ യേശു കൽപ്പിച്ചാൽ പോരാ, അത് അപ്പോസ്തലന്മാരും ചെയ്യണം, ലേഖനങ്ങളിലും വേണം. അപ്പം ഇങ്ങനെയാണ് ഇവർ തിയോളജി സ്ഥാപിച്ചുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് അപ്പോസ്തലന്മാരും കൽപ്പിക്കേണ്ട, എന്ത് ചെയ്യേണ്ട, ലേഖനങ്ങളിലും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇഷ്ടമുള്ളത്, നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണെങ്കിൽ അതിപ്പോൾ യേശു പറഞ്ഞാലും കുഴപ്പമില്ല, ലേഖനങ്ങളിലായാലും കുഴപ്പമില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഉടനെ തിയോളജി അങ്ങോട്ട് ഫോർമുല വരും, യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ എഴുതപ്പെടണം. ഇനി അടുത്ത കാര്യം, ഈ യേശു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ ചെയ്തതും ലേഖനങ്ങളിൽ എഴുതപ്പെട്ടതും മാത്രമേ ഈ റവറൻഡ് ഡോക്ടേഴ്സ് ഉപദേശമാക്കുകയുള്ളൂ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എവിടെയാണ് കൽപ്പിച്ചത്, ഞാൻ ദൈവമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എന്നെ ആരാധിക്കണം എന്ന് യേശു ക്രിസ്തു എവിടെ കൽപ്പിച്ചു? അപ്പോസ്തലന്മാർ എവിടെ പറഞ്ഞു യേശു ക്രിസ്തു മാത്രമാണ് ഏകസത്യ ദൈവം എന്ന് അപ്പോസ്തലന്മാർ എവിടെ പറഞ്ഞു? ലേഖനങ്ങളിൽ പൗലോസ് പറഞ്ഞു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങളിലുണ്ട്, സമ്മതിച്ചു. യേശു ക്രിസ്തു ദൈവമാണെന്നല്ലേ നമ്മുടെ ഉപദേശം? നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് അങ്ങനല്ലേ? ആ ഉപദേശത്തിനും ഈ തിയോളജി, ഈ ഫോർമാറ്റ്, യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം എന്നൊന്നും ആ ഇതും വന്നില്ല, അതിനകത്തും വന്നില്ല. കാരണം അത് നമുക്ക് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് തിയോളജി വേണ്ട, ഫോർമുല വേണ്ട. ഇന്ന് ഈ സഭകളിൽ നടക്കുന്ന വോട്ടെടുപ്പ്, ഇലക്ഷൻ പരിപാടി യേശു കൽപ്പിച്ചോ? അപ്പോസ്തലന്മാർ ചെയ്തോ? ലേഖനങ്ങളിലുണ്ടോ? പിന്നെ എന്താണ് ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് ഇവർ വാശി പിടിക്കുന്നത്? ആഭരണം ഉപദേശമല്ല എന്നും പറഞ്ഞ് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ലൈവ് വന്ന പണ്ഡിതന്മാർ ഇലക്ഷൻ യേശു കൽപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല, ലേഖനങ്ങളിലില്ല, അതുകൊണ്ട് ഇത് ദുരുപദേശമാണെന്ന് പറയാൻ എന്താണ് റവറൻഡ് ഡോമാരൊന്നും ലൈവിൽ വരാത്തത്? ആഭരണത്തിൻ്റെ പേര് വന്നല്ലോ, പലരും ലൈവിൽ വന്നു, അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നു, ഗൾഫിൽ നിന്ന് വന്നു, മറ്റു പലയിടത്തു നിന്നൊക്കെ ലൈവിൽ വന്നു. എന്നിട്ട് പറയുന്നത് യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ വേണം. ഇലക്ഷനോ? ആരും കൽപ്പിക്കണ്ടേ? നമുക്ക് നടത്താം, എല്ലാ വർഷവും കസേരയ്ക്ക് അടിക്കുക, ഇതെല്ലാം ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഉപദേശം സ്ഥാപിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഇഷ്ടപ്പെടാത്തല്ലേ, നമ്മളെ കൊണ്ട് നടക്കാത്തയാണെങ്കിൽ നമ്മൾ തിയോളജി കൊണ്ട് അതിനകത്തോട്ട് കയറ്റുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന റവറൻഡ് ഡോക്ടർമാരുടെ സഭകളിൽ മദ്യപാനം അനുവദനീയമാണോ? പുകവലി അനുവദനീയമാണോ? അതോ നിങ്ങൾ ഒഴിവാക്കാൻ പറയുമോ? യേശു കൽപ്പിച്ചിട്ടില്ലല്ലോ മദ്യപിക്കരുത്, പുകവലിക്കരുത്. അപ്പോസ്തലന്മാർ പുകവലിക്കരുത്, മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ലേഖനങ്ങളിലുണ്ട്, നമുക്കറിയാം, ലേഖനങ്ങളിലുണ്ട്. പക്ഷെ ലേഖനങ്ങളുണ്ടെങ്കിൽ മാത്രം ഉപദേശമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ഇനി കർത്തൃമേശ കഴിയുമ്പോൾ ഓരോരുത്തർക്ക് എന്ത് ചെയ്യണം? ഓരോ പുകയൊക്കെ കൂടെ അനുവദിച്ചു കൊടുക്കണം, ഒരു റിലാക്സേഷൻ. കാരണം ഇപ്പം കള്ളു കുടിക്കാവുന്നവരെയൊക്കെ എത്തിയല്ലോ, അപ്പോൾ ഇനി പുകയൊക്കെ അനുവദിച്ചു കൊടുക്കണം. കാരണം ഇത് ഉപദേശമാക്കാൻ പറ്റില്ലല്ലോ. ഉപദേശമാക്കണമെങ്കിൽ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന ദൈവവചനം പോരാ, ഈ തിയോളജി വേണം. ഇനി നമുക്ക് ഞാൻ എൻ്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ തിരിച്ചു ചോദിച്ചത്. ഇനി ഷമീർ കൊല്ലം എന്തുകൊണ്ട് ആഭരണ വർജനം ഉപദേശമാണെന്ന് വിശ്വസിക്കുന്നു? പറയാം.
ഞാൻ വിശ്വസിക്കുന്ന തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ആഭരണ വർജനം ഉപദേശമാണെന്ന് വിശ്വസിക്കുവാൻ കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ അടിസ്ഥാന കാരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2 കൊരിന്തി ലേഖനം ശ്രദ്ധിക്കുക. 2 കൊരിന്തി ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. 2 കൊരിന്തി 13-1 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ വായിക്കാം. ഈ 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട സഭയോട് പറയുകയാണ്, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവം നേരിട്ട് അരുളി ചെയ്യുന്ന ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ദൈവം നേരിട്ട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയിൽ മറ്റോ ഏതെങ്കിലും ഒരു സാക്ഷികളുടെ വാമൊഴി നമുക്ക് ആവശ്യമില്ല. അത് ദൈവം നേരിട്ട് കൽപ്പിച്ചാൽ കൽപ്പിച്ചതാണ്, നമുക്ക് ഒരു സാക്ഷിയുടെ വാമൊഴി ആവശ്യമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ദൈവദാസന്മാരിലൂടെ ദൈവം തരുന്ന ആലോചനകൾ, കൽപ്പനകൾ 1-2 സാക്ഷിയുടെ വാമൊഴിയാലാണ് ഉറപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏതു കാര്യം ഉറപ്പിക്കാം എന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവവചന പ്രകാരം പറയുകയാണ്. ആമേൻ. അപ്പോൾ നമുക്ക് 2 പേരുടെ അഭിപ്രായം നോക്കാം. ഒന്ന്, പത്രോസ് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? 1 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ വായിക്കുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരാൻ ഇടയാകും. അടുത്തത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഉള്ളതല്ല നിങ്ങളുടെ അലങ്കാരം, അല്ല എന്ന് പത്രോസ് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ്, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഇതല്ല മണവാട്ടി സഭയുടെ സൗന്ദര്യം, വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ സൗന്ദര്യം ഇതുകൊണ്ടല്ല, അല്ല എന്ന് പത്രോസ് പറഞ്ഞു. ഇതെങ്ങനെ ഉപദേശമാകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം, ശാന്തമായി കേൾക്കുക. പത്രോസ് പറഞ്ഞു, ഇതല്ല സഭയുടെ സൗന്ദര്യം, ഇതല്ല. അപ്പോൾ ഒരു ചോദ്യം ഈ വായിച്ച ഭാഗത്തു നിന്ന് വരും, തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ. അപ്പോൾ വസ്ത്രവും ധരിക്കരുതെന്ന് ഷമീർ പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരാം. ഞാൻ മറുപടി പറയാം. അപ്പോൾ ഇതല്ല എന്ന് പത്രോസ് സ്ഥാപിച്ചു, ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ വാമൊഴിയായി. ഇനി വ്യത്യസ്തമായ മറ്റൊരാൾ പൗലോസാണ്. പൗലോസിൻ്റെ വാമൊഴി എന്താണെന്ന് നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പം എന്തുകൊണ്ട് അലങ്കരിക്കണമെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ട് പാടില്ല? പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ ഇവിടെ മറുപടി കിട്ടി. വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ വസ്ത്രം? വിലയേറിയ വസ്ത്രം, ആഡംബരപരമായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുമൊക്കെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ യെസ്, ഒഴിവാക്കണം. പുസ്തകത്തിലുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണം. അപ്പോൾ വിലയേറിയ വസ്ത്രം, മുത്ത്, പൊന്ന് എന്നിവ കൊണ്ടല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വ്യാഖ്യാനവും വേണ്ട. പത്രോസ് പറഞ്ഞു ഇതല്ല വീണ്ടെടുക്കപ്പെട്ട സഭയുടെ സൗന്ദര്യം, പൊന്നുമല്ല, മുത്തുമല്ല, വിലയേറിയ വസ്ത്രം, ഇതൊന്നുമല്ല. ഓക്കെ, ഇതല്ല. പൗലോസും പറഞ്ഞു ഇതല്ല. നമുക്ക് പണ്ടത്തെ അപ്പച്ചന്മാർ എന്ത് എഴുതിയെന്നൊന്നും നമുക്ക് നോക്കണ്ട, തിരുവചനം എന്ത് പറയുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പൗലോസ് പറഞ്ഞു ഇതല്ല, പത്രോസും പറഞ്ഞു ഇതല്ല. അപ്പം 2 വാമൊഴിയാൽ ഇവിടെ ഉറപ്പിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ട സഭയുടെ സൗന്ദര്യം പൊന്നുകൊണ്ടോ മുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആഡംബര വസ്ത്രങ്ങൾ കൊണ്ടോ ഒന്നും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതല്ല, വീണ്ടെടുക്കപ്പെട്ട വേർപെട്ട ഒരു ദൈവവൈതലിൻ്റെ സൗന്ദര്യമെന്ന് പത്രോസും പറഞ്ഞു അല്ല, പൗലോസും പറഞ്ഞു അല്ല. പിന്നെ ഇതാണെന്ന് ആരാണ് പഠിപ്പിച്ചത്? ഏതാണ് ആ വാക്യം? അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണെന്ന് ഇവരെ 2 പേരെയും മറികടന്നു. ഇവർ തന്നെ, പൗലോസ് തന്നെ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് പഠിപ്പിച്ചാലും ശപിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരുടെ പഠിപ്പിക്കലിന് വിരോധമായി ഇവരെ 2 പേരെയും മറിച്ചുകൊണ്ട് അത് അവർ 2 പേരും അല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കണ്ട, അതാണ് സഭയുടെ സൗന്ദര്യം, അതൊക്കെ ഇടാം എന്ന് പഠിപ്പിച്ചത് ഏത് അപ്പോസ്തലനാണ്? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അപ്പം നിങ്ങൾക്കൊരു മറുചോദ്യം,
അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ കേരളത്തിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോത്തോളോ? അതാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. കേരളത്തിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോത്തോളോ എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോത്തോളോ? പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ മറുപടി പറയാം, ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ആ പത്രോസിൻ്റെ ലേഖനം താഴോട്ട് ഒന്ന് വായിച്ചാൽ മതി. അവിടെ കൊണ്ട് നിർത്തരുത്, താഴോട്ട് വായിക്കണം. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അടുത്ത വാചകം കാത് തുറന്ന് കേട്ടോണം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു പോന്നത്. ഇങ്ങനെയല്ലോ പണ്ടും കേരളത്തിലുള്ള അമ്മച്ചിമാർ ആഭരണം ഊരി ജീവിച്ചിരുന്നത് എന്നല്ല വചനം. ഇങ്ങനെയല്ലോ പണ്ടും ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ പണ്ടും ഇങ്ങനെ തന്നെ അലങ്കരിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയുടെ പ്രത്യാശ. എന്നെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വരും എന്ന ദൈവത്തിൽ പ്രത്യാശയുള്ള വിശുദ്ധ സ്ത്രീകൾക്കാണ് ഇത് ആപ്ലിക്കബിൾ. അല്ലാത്തവർ നിങ്ങൾ ഇതിനകത്ത് ഇട്ട് നടക്കുവോ, കുണുക്കിട്ട് നടക്കുവോ, കുണുങ്ങിച്ചാടി നടക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനൊന്നും നമുക്ക് പ്രശ്നവുമില്ല, വിമർശനവുമില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ, സഭയുടെ പ്രത്യാശ, കർത്താവായ യേശു ക്രിസ്തു എന്നെ ചേർക്കാൻ വരും എന്ന് ദൈവത്തിൽ പ്രത്യാശയുള്ള സ്ത്രീകൾ, വിശുദ്ധ സ്ത്രീകൾ, ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ആകാമെന്നേ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കർത്താവ് വരുമെന്നും എന്നെ ചേർക്കുമെന്നുള്ള പ്രത്യാശയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും നടക്കാം. രണ്ട്, വിശുദ്ധ സ്ത്രീകൾ. എന്താ വിശുദ്ധ സ്ത്രീകൾ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പാപത്തോട് വേർപെട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരെയാണല്ലോ അങ്ങനെ ബൈബിൾ പുതിയ നിയമം സംബോധന ചെയ്തിരിക്കുന്നത്. ആ അനുഭവത്തിൽ വന്ന വിശുദ്ധ സ്ത്രീകൾ, അവർക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവ് താമസം കൂടാതെ വരും. ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ പണ്ടും ഇങ്ങനെ തന്നെ അലങ്കരിച്ചിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഇനി ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ ലേഖനം കേരളത്തിലെ അമ്മച്ചിമാരുടെ പശ്ചാത്തലത്തിലാണോ എഴുതിയത്? അല്ല, നിങ്ങളെയൊക്കെ പറച്ചിൽ കേട്ടാൽ ഇത് കേരളത്തിലുള്ള പെണ്ണുങ്ങളോടാണ് എഴുതിയത്, അതുകൊണ്ടാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ അനുസരിച്ചെന്ന്. വിദേശത്തുള്ളവർക്ക് ഇത് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു റവറൻഡ് ഡോക്ടർ പറഞ്ഞു, വെഡ്ഡിങ് റിംഗ് ഇല്ലാതെ സുന്ദരനായ ചെറുപ്പക്കാരൊക്കെ നടന്നു പോയാൽ വേറെ പെണ്ണുങ്ങളൊക്കെ വന്ന് തോളെ പിടിക്കുമെന്നോ. ഞാൻ അമേരിക്കയിൽ 2 തവണ പോയ ആളാണ്. ഞാൻ പോയിട്ട് മലയാളി ചർച്ചുകളിലാണ് അധികം പ്രസംഗിച്ചതും. അവിടെ ഞാൻ താമസിച്ച വീടുകളും എന്നെ കൈക്കൊണ്ട വീടുകളിലുമെല്ലാം അനേക ദൈവമക്കളാകുന്ന സഹോദരിമാർ എത്രയോ വർഷങ്ങളായി ഒരു വെഡ്ഡിങ് റിങ്ങോ ഒരു താലിമാല ഇതൊന്നുമില്ലാതെ അവിടെ ഇന്നും ജീവിക്കുന്നു. പാതിരാത്രി ഇറങ്ങി നടക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഡേ ഡ്യൂട്ടിക്ക് പോകുന്നു. അവരെ ആരും ഇന്ന് വരെ തോണ്ടാനും പിടിക്കാനും കട്ടുകൊണ്ട് പോകാനും ചെന്നതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. പിന്നെ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾ കേരളത്തിലുള്ളവർ മാത്രമേ ആഭരണം വിടാതെ കണ്ടിട്ടുള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പോയിട്ടുണ്ട്. അവിടെ എത്രയോ സഭകളുണ്ട് ഈ ആഭരണ വർജനം കൃത്യ ഉപദേശമായി പഠിപ്പിക്കുന്ന എത്രയോ സഭകളുണ്ട്. വടക്കേ ഇന്ത്യയിലെ കാര്യം പറയും, വടക്കേ ഇന്ത്യയിൽ എത്രയോ സഭകളുണ്ട്. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. വടക്കേ ഇന്ത്യയിൽ എത്രയോ സഭകൾ ആഭരണ വർജനം ഉപദേശമായി പഠിപ്പിച്ചുകൊണ്ട് തന്നെ വേർപെട്ടു പോകുന്ന സഭകൾ വടക്കേ ഇന്ത്യയിൽ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ ഈ കേരളത്തിലുള്ള ആളുകളെ മാത്രമേ കാണാൻ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വിഷയം. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വിഷയം. പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചാൽ ഏത് സ്ഥലത്തായാലും ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സെക്കൻഡറി എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ വരവിനെയും പ്രത്യാശ വയ്ക്കുന്നവർക്കെല്ലാം ഇത് ചപ്പന്നും ചവറന്നും എണ്ണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് വേദപുസ്തകത്തിലെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പൗലോസും പറയുന്നു ഇതല്ല സഭയുടെ സൗന്ദര്യം, പത്രോസും പറയുന്നു അല്ല. ഇവർ രണ്ടുപേരുടെയും വാമൊഴിയാൽ ഉറപ്പിക്കാമെന്നും ദൈവവചനം പറയുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആരാണ് നിങ്ങളെ ഇതാണെന്ന് പഠിപ്പിച്ചത്? സഭയുടെ സൗന്ദര്യം ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് ആണെന്ന് പഠിപ്പിച്ചത് ആര്? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ചോദിക്കുന്ന യേശു കൽപ്പിച്ചിട്ടുണ്ടോ? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ്, ഇന്നും കൂടെ ഒരു പോസ്റ്റിൽ ഒരു റോഷൻ ഹരിപ്പാട് ചോദിച്ചു, യേശു കൽപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കൽപ്പിച്ചിട്ടുണ്ടോ? തെളിയിക്കാം. യേശു കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാം. അപ്പോസ്തലനായ പൗലോസ് നിങ്ങളുടെ തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ മുത്ത് വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടതെന്ന് പൗലോസ് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ. ഇനി അറിയേണ്ടത് യേശു കൽപ്പിച്ചിട്ടുണ്ടോന്നല്ലേ? വായിച്ച് കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് കേൾപ്പിക്കുക, കേട്ടോണം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം.
വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവാണെന്ന്, അത് താണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുക. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. ഇപ്പം ആരുടെ കൽപ്പനയാണ് പൗലോസ് പറഞ്ഞത്? അപ്പം നിങ്ങൾക്കിനി എന്താ വേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയായിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞ് ടൈറ്റിൽ എഴുതിക്കൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് ഈ പറഞ്ഞത്, സഭയുടെ അലങ്കാരം ഇതല്ലെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് വേണം? അപ്പം യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയല്ലേ ഇത് ഉപദേശമാക്കാൻ സ്ഥാപിക്കില്ലേ? അപ്പം യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം പൗലോസ് നമ്മളോട് പറഞ്ഞൊരു കാര്യം ഉപദേശമായി സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ല എന്നാണ് നമ്മൾ വാദിക്കുന്നത്. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒരുപോലെ പഠിപ്പിച്ചതാണ്. ഇനി ഈ ആഭരണം ഇടാം എന്ന് വാദിക്കുന്ന പുള്ളികൾ പിന്നെ പറയുന്ന ഒരു ന്യായം, ഒന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ അറിയപ്പെടുന്ന പ്രസംഗകനായ ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഹോദരൻ ദേവദാസൻ പറഞ്ഞു, അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു പോലും യാക്കോബിൻ്റെ ലേഖനത്തിൽ മോതിരം ഇട്ടുകൊണ്ട് പള്ളിയിൽ വരുന്നവരെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. എന്താ ഇതിനൊക്കെ പറയുക? ഞാൻ ഇന്നൊരു സഭയുടെ പാസ്റ്ററാണ്. എൻ്റെ ചർച്ചിൽ വരുന്നതെല്ലാം ആഭരണം ഇല്ലാത്തവരാണോ? എൻ്റെ സഭയിൽ ആദ്യമായിട്ട് ചിലപ്പോൾ എൻ്റെ സഭയുടെ താഴ്വശത്ത് ഒരു ഷോപ്പ് നടത്തുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ആ പഞ്ചായത്ത് മെമ്പർ ചിലപ്പോൾ ആരാധനയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചർച്ചിലോട്ട് കയറി വരാറുണ്ട്. ആ പഞ്ചായത്ത് മെമ്പറുടെ കാതിൽ കമ്മലും കഴുത്തെ മാലയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ യാക്കോബ് അവിടെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ദൂതെന്താണ്? നിങ്ങളുടെ സഭയിൽ മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തം വരുമ്പോൾ അവനോട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാൽ അന്ന ഉണ്ടെന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ദരിദ്രനായ സഹോദരൻ വരുമ്പോൾ അവനോട് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയുകയും ചെയ്യുന്ന മുഖപക്ഷം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് യാക്കോബ് പറഞ്ഞത്. അത് രക്ഷിക്കപ്പെട്ടവനെ കുറിച്ചാണോ? ഇപ്പോൾ എൻ്റെ സഭയിൽ ആ പഞ്ചായത്ത് മെമ്പർ കയറി വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് മെമ്പറാണെന്നും പറഞ്ഞ് കൈ കൊടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് വലിയ സ്ഥാനം കൊടുത്തിട്ട് എൻ്റെ സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കുന്ന സാധുവായൊരു വിശ്വാസി വരുമ്പം അവനെ മൈൻഡ് ചെയ്യാതെ അവനെ ഞാൻ അവിടെ കാണാൻ ഇരിക്കുന്നു പറഞ്ഞാൽ അത് മുഖപക്ഷമാണ്, അത് അരുതെന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. ഇനി ഒരു വാദത്തിന് നിങ്ങൾ പറയുക യാക്കോബ് പറഞ്ഞത് സഭയിൽ വരുന്ന വിശ്വാസികളെ കുറിച്ചാണെന്നൊരു വാദത്തിന് നിങ്ങൾ വാദിച്ചോളൂ. അങ്ങനെ ആണെങ്കിൽ യാക്കോബ് ആർക്കൊക്കെ എതിരായി? പത്രോസ് പഠിപ്പിച്ചതിനും പൗലോസ് പഠിപ്പിച്ചതിനും വിപരീതമായിട്ടാണ് അന്നേരം യാക്കോബ് പഠിപ്പിച്ചതെന്നും കൂടെ നിങ്ങൾ സമ്മതിക്കണം. അപ്പോൾ കോൺട്രഡിക്ഷനായി. അപ്പോൾ അതെങ്ങനെ ദൈവിക വചനമാകും? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ വാക്യം തപ്പി നടന്ന് എങ്ങനെയും ഇത് സ്ഥാപിച്ചെടുക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് ദൈവസഭയ്ക്കകത്ത് ഒരു കാലത്ത് ഗൗരവമായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പണ്ഡിതന്മാരുടെ ഉള്ളിൽ പിശാച് കയറിയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് എന്ത് ചെയ്യാണ്? വളരെ ലാഘവത്തോടെ എന്ത് ചെയ്യാണ്? അതാണ്ട് ഇപ്പം റോയി എന്ന് പറയുന്നൊരു അച്ചാൻ ഇട്ടിരിക്കുന്നു, ഇനി മുതൽ ഗൾഫിൽ പോയി സ്വർണം ധരിക്കുന്നതിന് മുമ്പിൽ പ്രസംഗിക്കരുത്, അവരുടെ കയ്യിൽ നിന്ന് പൈസയും വേണ്ടാന്ന് പറയണം. സഹോദര, സ്വർണം ധരിക്കുന്നവരുടെ അടുത്ത് പോയല്ലേ ഇത് തെറ്റാണെന്ന് പറയേണ്ടത്? ധരിക്കാത്തടത്ത് പോയി എങ്ങനെ പറയും? ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം ബോംബെയിൽ വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷിച്ചിട്ട് വന്നതാണ്. ഞാൻ അവിടെ എൻ്റെ മുമ്പിൽ സ്നാനപ്പെടാൻ വന്നവരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പഠിപ്പിച്ച് അത് മാറ്റിയിട്ട് തന്നെയാണ് അവരെ സ്നാനം കഴിപ്പിച്ചത്. അവരതിന് തയ്യാറായല്ലോ. എന്താണ് പ്രശ്നം? സ്വർണം അമേരിക്കയിൽ ചെന്ന് അവിടെ സ്വർണ്ണം ഇടുന്നവരുണ്ടാകും. അവരുടെ മുമ്പിലും ഇത് തെറ്റാന്ന് പഠിപ്പിക്കാനുള്ള ആർജവം ഉണ്ടാകണം. ഞാനത് പ്രസംഗിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. അമേരിക്കയിലും പ്രസംഗിച്ച കാര്യമാണ്, ഹ്യൂസ്റ്റണിൽ ഞാൻ പ്രസംഗിച്ചതാണ്. അപ്പോൾ അതിന് ആർജവം ഉണ്ടാവണം. ആഭരണം ഇട്ടുകൊണ്ട് നമ്മുടെ സഭയിൽ ആളുകൾ വരുന്ന ഉടനെ ആ ആഭരണം ഇട്ടവർക്ക് ഇവിടെ പ്രവേശനമില്ല, ഇറങ്ങെന്ന് പറയാനല്ല. അവർ വന്നോട്ടെ, ഇരുന്നോട്ടെ. അവരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും നയിക്കുവാൻ അവർക്ക് ദൈവവചനം പഠിപ്പിക്കുന്ന സമയത്ത്, സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് വിശുദ്ധി എന്താ, വേർപാടെന്താ, സ്നാനമേറ്റ് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇന്നലെ വരെ ജീവിച്ച അനുഭവമല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ക്ലാസ് കൊടുക്കുമ്പോൾ ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അത് പറയാത്തത് കൊണ്ടാണ് പ്രശ്നം. അത് പറഞ്ഞാൽ സ്വോത്ര കഴിച്ച് സഞ്ചിയിൽ വീഴുന്നത് കുറയും. ഞങ്ങൾ സഞ്ചി നോക്കി പ്രസംഗിക്കുന്നവരല്ലാത്തത് കൊണ്ട് എവിടെ പോയാലും ഇത് ഇങ്ങനെ തന്നെ പ്രസംഗിക്കും. അല്ലാതെ ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ അമേരിക്ക ചെല്ലുമ്പോൾ മാറ്റി പറയുന്ന പ്രസംഗകരല്ല. ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ഇനി തല പോയാലും നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ എനിക്ക് അതിനേക്കാൾ രസകരമായി തോന്നുന്നൊരു കാര്യം പറയാം.
ഇവിടെ ഈ ഫേസ്ബുക്കിനകത്തൂടെ ആഭരണം തെറ്റല്ല, ആഭരണം ഇട്ടവൻ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രബന്ധം എഴുതി വിടുന്ന ആളുകൾ ഈ പ്രബന്ധം മുഴുവൻ എഴുതിയിട്ട് അടിയിലൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുന്നതെന്നറിയോ, ഞാനോ എൻ്റെ കുടുംബമോ ആഭരണം ധരിക്കത്തില്ല. അയനാ അതെന്ത് വിരോധാഭാസമാണോ? പ്രബന്ധം മുഴുവൻ എഴുതിയിട്ട് ഞങ്ങളത് ധരിക്കാറില്ല. അതെന്താ നിങ്ങൾ ധരിക്കാത്തേ? നിങ്ങൾ ധരിച്ചോ? നിങ്ങൾ എന്താണ് ധരിക്കാത്തേ? പ്രബന്ധം നിങ്ങൾ എഴുതിക്കോ. എഴുതുമ്പോൾ നിങ്ങളൊരു നിലപാടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഭരണം ധരിച്ചിട്ട് വരണം, ഞങ്ങൾ ഇതിട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമല്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ഇട്ടു. നിങ്ങൾ എന്തേ ഇടുന്നില്ല? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തേ വാങ്ങിക്കൊടുക്കുന്നില്ല? അത് ഞങ്ങൾ പണ്ടേ അങ്ങ് ഉപേക്ഷിച്ചത് കൊണ്ട് ഇടുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയാം. ശരി, സമ്മതിച്ചു. നിങ്ങളുടെ തലമുറയെ നിങ്ങൾ എന്തിനാണ് പറ്റിക്കുന്നത്? നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊച്ചുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളല്ലേ? അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ കൊച്ചിനെ നോക്കി കമ്മലും മാല ഇടാത്തതെന്നൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ കളിയാക്കത്തില്ലേ? ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് നിങ്ങൾ പറ്റിക്കുന്നത്? അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് പാപമൊന്നുമല്ല മക്കളെ, സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല, അതുകൊണ്ട് പപ്പ മക്കളെ കാത് കുത്തി തരട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കാത് കുത്തിച്ച് തുളയിട്ട് ഒരു സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രബന്ധം എഴുതണം. അപ്പോഴതിന് നിലപാടെന്ന് പറയുന്നത്. അല്ലാതെ പ്രബന്ധം മുഴുവൻ എഴുതി തീർന്നിട്ട് ബ്രാക്കറ്റിൽ ഞാനും എൻ്റെ കുടുംബം ഉപയോഗിക്കത്തില്ല. എന്നാടോ ഉപയോഗിക്കാത്തേ? എന്നാ പ്രശ്നം എന്നാ? അപ്പം അതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇനി എന്തുകൊണ്ട് ദൈവം ഇത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പുതിയ നിയമസഭയിൽ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എഴുതി എന്നൊക്കെ ചോദിച്ചാൽ അല്പം പഴയ നിയമത്തിലോട്ട് വേണമെങ്കിൽ പോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി ഉപയോഗിച്ചു. ഒന്ന്, അവർ വിഗ്രഹത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡംബത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഡംബം ദൈവത്തിന് ഇഷ്ടമാണോ? സങ്കീർത്തനം 73 എന്താ പറയുന്നത്? സങ്കീർത്തനം 75:4 എന്താ പറയുന്നത്? ഡംബം കാട്ടരുത് ഡംബികളോടും, ഡംബികളെ ദൈവം വെറുക്കുന്നു. ഡംബം ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആഭരണം ഡംബത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അതവർക്ക് അകൃത്യ ഹേതുവായിരുന്നു എന്ന് യെഹെസ്കേൽ പറയുന്നുണ്ട്. അകൃത്യം സമം പാപം, ഹേതു സമം കാരണം. അതവർക്ക് പാപ കാരണമായി മാറി. ആഭരണം ജനത്തിന് പാപ കാരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കവർച്ചയ്ക്കായും കള്ളന്മാർക്കായും ഏൽപ്പിക്കും എന്ന് ദൈവവചനം പറയുന്നു. അപ്പം അത് ഞാൻ പഴയ നിയമം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലേക്ക് ഞാൻ പോകാത്ത. ഒത്തിരി തെളിവുകൾ തരാൻ കഴിയും. പക്ഷേ പഴയ നിയമം വേണ്ട, പുതിയ നിയമസഭയ്ക്ക് ഉപദേശമാക്കാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും പുതിയ നിയമസഭയ്ക്ക് ഇത് ഉപദേശമാക്കുവാനായിട്ട് കഴിയും. ആ ഉപദേശമാക്കാൻ കഴിയുന്ന നിലയിലുള്ള വാക്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പകുതിക്ക് വന്ന് ലൈവ് കേൾക്കുന്നവർ ആദ്യം മുതൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വേദപുസ്തകം എടുത്തു വെച്ച് കേൾക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, ഈ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട വചനം നിങ്ങൾക്ക് തിയോളജി അനുസരിച്ച് എന്ത് ചെയ്യണം? യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ എഴുതപ്പെടണം, അത് മാത്രമേ ഞങ്ങൾ ഉപദേശമാക്കൂ എന്നാണെങ്കിൽ തൃത്വം നിങ്ങൾ എവിടുന്ന് ഉപദേശമാക്കും? തൃത്വം നിങ്ങൾ എവിടുന്ന് ഉപദേശമാക്കും? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം നിങ്ങളെങ്ങനെ ഉപദേശമാക്കും? അതുപോലെ തന്നെ മദ്യപിക്കരുത്, പുകവലിക്കരുതെന്ന് പറയുന്നത് നിങ്ങളെങ്ങനെ ഉപദേശമാക്കും? അപ്പോൾ പുതിയ നിയമസഭയിൽ ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട സഭ എങ്ങനെ ആയിരിക്കണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ജീവിക്കുന്ന ദൈവസഭ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നവരെ സ്വർഗത്തിലല്ല ഭൂമിയിലാണ്. ഭൂമിയിലായിരിക്കുന്ന സഭ കർത്താവ് ചേർക്കുവാൻ വരുന്നത് വരെ ഈ ലോകത്തിലായിരിക്കുന്ന സഭ ലോകത്തിൽ നിന്ന് എങ്ങനെ വേർപെട്ട് നിൽക്കണം എന്ന് സഭയ്ക്ക് എഴുതപ്പെട്ട കമാൻഡിങ് ആണ്, ഉപദേശങ്ങളാണ് ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിലെ ഉപദേശം സ്വീകരിക്കത്തില്ലെങ്കിൽ സഭ പിന്നെ എന്തുപദേശമാണ് സ്വീകരിക്കുന്നത്? ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുന്നത്? ജബ്ബേസ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റുന്നുണ്ട്. നല്ലതാണ്, അനുഗ്രഹമാണ്. പക്ഷേ ഞാനിവിടെ പഴയ നിയമ ഭാഗങ്ങളൊന്നും എടുക്കാതെ പുതിയ നിയമ ലേഖനങ്ങളിൽ നിന്നാണ് ഞാനിവിടെ സ്ഥാപിച്ചത്. ആഭരണവർജനം ദൈവസഭയ്ക്ക് ഉപദേശമാണ് എന്ന് ഞാൻ സ്ഥാപിച്ചു. അതിന് തെളിവായ വാക്യങ്ങളും പറഞ്ഞു. ഇനി പത്രോസ് പറഞ്ഞതിനെയും പൗലോസ് പറഞ്ഞതിനെയും ഖണ്ഡിച്ചുകൊണ്ട് അല്ല അതങ്ങനല്ല ഇങ്ങനാകാമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ഏത് അപ്പോസ്തലനാണ്? അതിനാധാരമായ വാക്യം ഏതാണ്? യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്ന വിഷയത്തിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി യാക്കോബ് വിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ യാക്കോബ് പൗലോസിനും പത്രോസിനും എതിരാകുന്നു, ബൈബിൾ കോൺട്രഡിക്ഷൻ ആകുന്നു, അതിൻ്റെ ദൈവികത നഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥാപിക്കാനും കഴിയില്ല. പിന്നെ എന്താണ് ഇനി പറയുന്നത്? വെളിപ്പാടാണ്. ആലങ്കാരികമായി വെളിപ്പാടിൽ പറയുന്ന 7 പൊൻനിലവിളക്ക്, അത് 7 സഭയാണെന്ന് താഴോട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെയും പൊൻനിലവിളക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. അതാണ്ട് വരുന്നു അടുത്തത്. സ്വർഗം പണിയപ്പെടുന്നത് സ്വർണം, തങ്കം, പ്രീഷ്യസ്, രത്നങ്ങൾ,
വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അക്ഷരീകമാണോ? അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത്? സിംബോളിക്കലായി പറയുന്ന അനേക കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലില്ലേ? യേശുക്രിസ്തു ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞു. ഒരു വീട്ടിൻ്റെ വാതിലിളക്കി കൊണ്ട് വെച്ച് മാലയിട്ടും മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് യേശു എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ സഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശം പഠിക്ക്. ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരാണല്ലോ വെളിപ്പാടിൽ കാണുന്ന നിത്യതയിലേക്ക് കയറുന്നത്. അവിടെ സ്വർണ്ണമുണ്ടോ, ഇനി രത്നമുണ്ടോ, ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അവിടോട്ട് കയറണമെങ്കിൽ ഈ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളിൽ നിൽക്കണമല്ലോ, എന്നിട്ടല്ലേ അങ്ങോട്ട് കയറുന്നത്. ഈ ഉപദേശത്തിൽ നിൽക്കാതെ എങ്ങനെ അങ്ങോട്ട് കയറും? സ്വർണ്ണം ഉണ്ടെങ്കിൽ രത്നമോ തങ്കോ എന്തോ ആയിക്കോട്ടെ, കിരീടം മേടിച്ചു. പക്ഷെ അവിടെ പോയി ഇത് മേടിക്കണമെങ്കിൽ ഈ പറയുന്ന ഉപദേശത്തിൽ നിലനിൽക്കണമല്ലോ. അപ്പോൾ കോവിലൂർ സുരേഷ് പറഞ്ഞ പോലെ ഇത് പഠിപ്പിക്കുന്നവരാദ്യം ഇട്ട് കാണിക്കട്ടെ. അതിന് ആർജവമില്ല. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാനാ? നമുക്ക് പറ്റാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ പറയും യേശു പഠിപ്പിക്കണം, അപ്പസ്തോലൻ ചെയ്യണം, ലേഖനങ്ങളിൽ വേണം. നമുക്ക് പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ അതിന് യേശു പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലേഖനങ്ങൾ ഉള്ളതായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം മുതൽ കേട്ടിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വാക്യസഹിതം പുതിയ നിയമത്തിലെ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സ്ഥാപിച്ചത്. ആഭരണവർജനം വീണ്ടെടുക്കപ്പെട്ട വേർപെട്ട സഭയ്ക്ക് ഉപദേശമാണ്. അത് ഇത്രയും വർഷം 80-90 വർഷം പെന്തക്കോസിനകത്ത് പിതാക്കന്മാർ അവർക്ക് വട്ട് കയറിയൊന്നും ഊരിക്കളഞ്ഞൊന്നുമല്ല. അവർക്ക് വലിയ തിയോളജിയും പാണ്ഡിത്യവും ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും അവർക്ക് കിട്ടിയ ദൈവിക വെളിപ്പാടതായിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടും ദർശനവും അതായിരുന്നു. ഈ 90 വർഷം 95 വർഷം ജീവിച്ചവർക്ക് വലിയ അബദ്ധം പറ്റി. ഇപ്പം ഇങ്ങോട്ട് ഈ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഗൂഗിളിലും കാണുന്ന ഓരോ ഉപദേശങ്ങൾ മലയാളത്തിലാക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഉപദേശം കേട്ട് വേണം ഇനി ഒന്നേന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗത്തിൽ 10 പേര് ചെല്ലാം. ഇത്രയും വർഷം ഈ നിന്നയും പരിഹാസവും ഉപദ്രവവും എല്ലാം സഹിച്ച് കെട്ടുതാലി പോലും പൊട്ടിച്ച് കർത്തൃമേശ എടുക്കണമെന്ന് പറഞ്ഞ് വില കൊടുത്ത് ഒക്കെ നിത്യത പ്രാപിച്ചിരിക്കുന്നവർക്കെല്ലാം പറ്റിയത് ആനമണ്ടത്തരം അല്ലേ? ആനമണ്ടത്തരം നടക്കട്ടെ. പിതാക്കന്മാരുടെ അതിർ നീക്കാതെ ആഭരണവർജനം പുതിയ നിയമസഭയ്ക്ക് ഉപദേശമാണ്. അല്ല എങ്കിൽ യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങളിൽ എഴുതപ്പെടണമെങ്കിൽ ഞാൻ ഈ ലൈവിൽ മുൻപ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വാക്യസഹിതമുള്ള ഉത്തരം തരണം. അങ്ങനെ തരുവാനുള്ള മറുപടിയായിട്ട് ആര് വന്നാലും അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പഴയ നിയമത്തെ തൊടാതെ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ സംസാരിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് തെളിയിച്ച് തിരിച്ച് സംസാരിക്കാമെങ്കിൽ നമുക്ക് അത് തിരുത്താൻ വേണമെങ്കിൽ തയ്യാറാണ്. ബൈബിളിലെ വാക്യസഹിതം അത് വിഷയത്തിൽ മറുപടി പറയാനാണെങ്കിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയാം, നിങ്ങൾ ഈ പറയുന്ന വേർപാടിൻ്റെ ഉപദേശം കൃത്യമായി അനുഷ്ഠിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് ജീവിച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് കൂടെ നിത്യത പ്രാപിക്കാം. ഈ പുതിയ ഉപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായ ഒരു കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ച് സഭയ്ക്ക് വേലി പൊളിച്ച് അകത്തോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് വേർപാടും വിശുദ്ധിയും പാലിച്ച് ലേഖനങ്ങളിലെ ഉപദേശ പ്രമാണങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന സഭയാണ് കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് വേണ്ടുന്നവർക്ക് തീരുമാനിക്കാം. നിങ്ങൾക്കിപ്പം ആഭരണം വിടുമോ ആഭരണം ഇട്ടോ എന്ന് എങ്ങനെ ഉണ്ടെന്ന് നടക്കാം. ഇത് എൻ്റെ വ്യക്തിപരമായ വീക്ഷണം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കണമെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ നിയമത്തിൻ്റെ ഉപദേശത്തിൽ നിന്നാണ് ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മറുപടി വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ മനസ്സുണ്ട്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആഭരണവർജനം പുതിയ നിയമസഭയ്ക്ക് ഉപദേശമാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നാളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. അതാണ് താല്പര്യം, അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിനെതിരായിട്ട് ഈ ആഭരണപ്രേമികൾ പ്രബന്ധം ഇടാൻ വരുമ്പോൾ കുറഞ്ഞ പക്ഷം കുടുംബത്തിലുള്ളവർക്കെങ്കിലും കാത് കുത്തിച്ചൊരു കമ്മലോ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ അത് നിലപാടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അല്ലാതെ പ്രബന്ധം മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് അടിയിൽ ബ്രാക്കറ്റിൽ ഞാനും എൻ്റെ കുടുംബവും ധരിക്കാറില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. അത് ചെയ്യരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ലൈവിൽ നിന്ന് വിരമിക്കുന്നു. വാച്ച് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാപട്യങ്ങളിൽ കുടുങ്ങാതിരിക്കുക. കർത്താവ് വരാറായി.